മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും മകൾ വീണ വിജയനും കുരുക്കുമുറുകുന്ന കാഴ്ചകളാണ് ഈ മണിക്കൂറുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിലെ ഇ.ഡി. അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇ.ഡി. അന്വേഷണത്തിനെതിരെ CMRL കമ്പനി ഉദ്യോഗസ്ഥർ നൽകിയ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഈ കേസിൽ ഇ.ഡി. അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ്. ആ വിധി വന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇ.ഡി. അവരുടെ പണി ആരംഭിച്ചിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതികളിൽ ഉൾപ്പെടെ ഇ.ഡി. റെയ്ഡ് നടക്കുകയാണ്. പിണറായി വിജയന്റെ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും വീടുകൾ, ഒപ്പം തന്നെ മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് വീട്, ഒപ്പം തന്നെ CMRL MD ശശിധരൻ കർത്തയുടെ കൊച്ചിയിലെ വീട്, CMRLന്റെ കൊച്ചിയിലെ ഓഫീസ്, കൊല്ലത്തുള്ള കമ്പനി, ഒപ്പം തന്നെ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ബംഗളൂരിലുള്ള ഓഫീസ് എന്നിവിടങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 10 ഇടങ്ങളിലാണ് ഇ.ഡിയുടെ റെയ്ഡ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ പിണറായി വിജയൻ അടുത്തിടെയാണ് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ ഒരു വാടക വീടെടുത്ത് താമസം ആരംഭിച്ചത്. ആ വാടക വീട്ടിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി പിണറായി വിജയൻ അവിടെ ഉള്ളപ്പോൾ തന്നെ ഇ.ഡി. റെയ്ഡിനായിട്ട് എത്തിയത്. ഒപ്പം തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന വീണ വിജയനെ ഇ.ഡി. ചോദ്യം ചെയ്യുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ പിണറായി വിജയനും വീണ വിജയനുമായുള്ള കുരുക്ക് മുറുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിഷയത്തെ CPM രാഷ്ട്രീയമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതിനോടകം തന്നെ CPMന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അവർ ഇതിനെ അപലപിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് മറ്റ് വഴികളൊന്നും തന്നെയില്ല. അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, BJPയുടെ നീക്കമാണ്, പ്രതിപക്ഷത്തെ തകർക്കാനുള്ള BJPയുടെ നീക്കമാണ്, അതിന് നിലവിലെ കേരളത്തിലെ UDF സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്നുള്ള അവരുടെ സ്ഥിരം വാദം അവർ ഉന്നയിക്കുകയാണ്. ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസും തൻ്റെ ആ ഒരു പ്രതികരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വളഞ്ഞിട്ട് അടിച്ചുള്ളൂ, പക്ഷേ തകർക്കാൻ ആകില്ല എന്ന സാധാരണ നിലയിലുള്ള ഒരു പ്രതികരണമാണ് ഫേസ്ബുക്കിലൂടെ മുഹമ്മദ് റിയാസും നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ പിണറായി വിജയനെ, നിലവിലെ പ്രതിപക്ഷ നേതാവ്, മുൻപ് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വീണ വിജയൻ ഇതിനോടകം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇ.ഡി. ചോദ്യം ചെയ്തിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അത് CPMന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനോടകം തന്നെ കണ്ണൂരിലെ പിണറായി വിജയന്റെ വസതിയിൽ നടക്കുന്ന റെയ്ഡിനെതിരെ അവിടുത്തെ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് എത്തിയിട്ടുണ്ട്. P. ജയരാജനൊപ്പം തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള K. രാഗേഷ് ഉൾപ്പെടെയുള്ളവർ, അവരുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവർ അല്പസമയത്തിനകം തന്നെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ CPM വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്, പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. പിണറായി വിജയനും വീണ വിജയനും വലിയ രീതിയിലുള്ള കുരുക്ക് മുറുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറെ വിവാദമായ ഒന്നായിരുന്നു ഈ മാസപ്പടി കേസ് എന്ന് പറയുന്നത്. പിണറായിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട ഒരു കേസാണ്. ചെയ്യാത്ത സേവനത്തിന് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന IT സ്ഥാപനം CMRL നിന്ന് പ്രതിഫലം വാങ്ങിയെന്നാണ് കേസ്. ഇങ്ങനെ പണം നൽകിയത് CMRLന്റെ ഉടമയായ കരിമണൽ കർത്തയ്ക്ക്, അതായത് ശശിധരൻ കർത്തയ്ക്ക് ചില വഴിവിട്ട സഹായങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് കണ്ടെത്തൽ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO ആണ് ആദ്യമായി ഇത് കണ്ടെത്തിയത്. ഇതിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ നേരത്തെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇ.ഡി. അന്വേഷണത്തിനെതിരെ CMRLും 4 ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതി അന്ന് താൽക്കാലിക സ്റ്റേ നൽകി. എന്നാൽ ഇന്നലെ അന്തിമവാദത്തിനൊടുവിൽ ഹർജികൾ ഹൈക്കോടതി തള്ളി. ഇ.ഡിക്ക് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കി. IT സേവനങ്ങൾ നൽകാതെ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRL കമ്പനി 1.72 കോടി രൂപ എന്തിന് നൽകി എന്നതാണ് ഇ.ഡി. പ്രധാനമായും അന്വേഷിക്കുന്നത്. പണം കൈമാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നാണ് ഇ.ഡിയുടെ നിഗമനം. മകൾക്കെതിരായ ആരോപണങ്ങളൊക്കെ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ കേസിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ പിണറായി വിജയനെ നിയമസഭയിൽ നിർത്തിപ്പൊരിച്ചത് കേരളം മറന്നിട്ടില്ല. ഇനി ഈ കേസിൽ ആരൊക്കെ അകത്തു പോകുമെന്നാണ് കാണേണ്ടത്.